ഇന്ന് 11 മണിയോടുകൂടി ശിക്ഷാവിധി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു ശിക്ഷാവിധിയും കൂടിയാണ്. രാഷ്ട്രീയ മേഖലയിൽ വലിയ ചലനമുണ്ടാക്കാൻ കെൽപ്പുള്ള ഒരു വിധിയും കൂടിയാണ്. സുനിൽ ഐസക് കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സുനിൽ, 2019 ഫെബ്രുവരി 17 കേരളത്തെ നടുക്കിയ ഇരട്ട കൊലപാതകം നടന്നത്. നേരത്തെ മുഹ്സിനെ സൂചിപ്പിച്ചതുപോലെ ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നു, പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു. അതിലൊന്നും തൃപ്തി വരാതെയാണ് കുടുംബം CBI വരണം എന്നാവശ്യപ്പെടുന്നത്. CBI വരുന്നു. കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കൊലപാതകമാണ് നടന്നത്. കൃപേഷും ശരത്ലാലിനെയും അതിക്രൂരമായി നിഷ്ഠൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയതിൻ്റെ കാരണം ചികഞ്ഞുള്ള CBI അന്വേഷണം ഒടുക്കം തെളിവുകളൊക്കെ കൃത്യമായി കണ്ടെത്തി. അതിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിനു ശേഷം അവർക്കുള്ള ശിക്ഷ വിധിക്കുകയാണ്. അപ്പോൾ CBI കോടതിയിൽ നിന്ന് CBIയുടെ ഈ അന്വേഷണം കണ്ടെത്തിയ തെളിവുകൾ അവർക്ക് ഏതെല്ലാം തരത്തിൽ അത് ഈ രാഷ്ട്രീയ കൊലപാതകമെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ അതെല്ലാം പരിഗണിക്കുമ്പോൾ പരമാവധി ശിക്ഷ ഈ പ്രതികൾക്ക്, മുഖ്യപ്രതികൾക്കടക്കം പരമാവധി ശിക്ഷ ലഭിക്കാനുള്ള സാധ്യതകൾ തന്നെയാണോ നിയമവൃത്തങ്ങളൊക്കെ വിലയിരുത്തുന്നത്? സുനിൽ, സൈഫുദ്ദീൻ, ഗുഡ് മോർണിംഗ്. കേരളത്തിൻ്റെ പൊതുസമൂഹം ഏറെ ചർച്ച ചെയ്ത പ്രമാദമായ ഒരു കേസിൻ്റെ വിധിയാണ് ശിക്ഷാവിധിയാണ് അല്പസമയത്തിനുള്ളിൽ വരാനിരിക്കുന്നത്. 11 മണിയോടുകൂടി മൂസിനെയും സൈഫൊക്കെ സൂചിപ്പിച്ചതുപോലെ കൊച്ചി CBI കോടതിയിൽ നിന്ന് അതിൻ്റെ വിധി വരാനിരിക്കുകയാണ്. ആകെ ആ കേസിൽ 24 പ്രതികളാണ് പെരിയ കേസിലുണ്ടായിരുന്നത്. അതിൽ 10 പേരെ കുറ്റക്കാരിൽ കണ്ട് വിട്ടയക്കുന്നു. ബാക്കി 14 പ്രതികളിൽ 10 പേർക്ക് കൃത്യത്തിൽ നേരിട്ട് പങ്കുണ്ട്. അതായത് അവർക്കെതിരെ വധക്കേസടക്കം കൊലപാതകമടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു. മറ്റ് 4 പേർ അവരെ പ്രതികളെ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചു. IPC 225 വകുപ്പാണ് അവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. എന്തായാലും ഈ പ്രതികൾക്ക് ജീവപര്യന്തം മുതൽ വധശിക്ഷ വരെ കിട്ടും. 1 മുതൽ 10 വരെ പ്രതികൾക്ക്. ബാക്കിയുള്ള 4 പ്രതികൾ അവർക്ക് 7 വർഷം വരെ തടവ് ശിക്ഷയ്ക്കും സാധ്യതയുള്ള വകുപ്പുകളാണ് അവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ കണ്ടെത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇതിനുണ്ടാകുന്ന മറ്റ് ചില വിഷയങ്ങൾ, അതായത് ഇതിൻ്റെ ശിക്ഷ കേരള രാഷ്ട്രീയത്തിൽ വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന, വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ശിക്ഷാവിധി കൂടിയായിരിക്കും വരാനിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ കേസിൽ നോക്കൂ, CPM ആദ്യഘട്ടം മുതൽ തന്നെ പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്കിതുമായി ബന്ധമില്ല, ഇതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല, ഇതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടില്ല, മറിച്ച് 1-ാം പ്രതി പീതാംബരന് കൃപേഷിനോടും ശരത്ലാലിനോടും ഉണ്ടായിരുന്ന വ്യക്തിവൈരാഗ്യം തീർക്കാനായി നടത്തിയ ഒരു എന്നായിരുന്നു CPM ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത്. പക്ഷേ അത് അപ്പാടി ശിക്ഷാവിധി വന്നതോടുകൂടി, അല്ലെങ്കിൽ ഈ കേസിൻ്റെ വിധി കഴിഞ്ഞ ദിവസം വന്നതോടുകൂടി, കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതോടുകൂടി CPMൻ്റെ ആ വാദം അപ്പാടെ പൊളിഞ്ഞുപോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ, ഈ കേസിൻ്റെ പ്രധാനപ്പെട്ട പ്രതിപട്ടികയിലുള്ളവരൊക്കെ CPMൻ്റെ നേതാക്കളോ അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരോ അനുഭാവികളോ ഒക്കെയാണ്. കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്ന 14 പേർക്കും CPM ബന്ധമുണ്ട്. 1-ാം പ്രതി പീതാംബരൻ നേരത്തെ പെരിയ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു. ആ പീതാംബരനെതിരെ ചുമത്തിയിരിക്കുന്നത് കൊലക്കുറ്റമാണ്. അവസാനം ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള 4 പ്രതികൾ, അതായത് IPC 225 ചുമത്തിയിരിക്കുന്നത് CPMൻ്റെ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും മുതിർന്ന നേതാവ്, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, ഒപ്പം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും നേരത്തെ ഉദുമ ഏരിയ സെക്രട്ടറിയുമായിരുന്ന മണികണ്ഠൻ, അതുപോലെ പാക്കം ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ഭാസ്കരൻ വെളുത്തോടി, അതുപോലെ രാഘവൻ വെളുത്തോടി, അങ്ങനെ രാഘവൻ, അങ്ങനെ CPMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രവർത്തകർ, അവരൊക്കെ പ്രതികളാക്കപ്പെടുന്ന കേസ്. സ്വാഭാവികമായും അവർ ഏത് വിധിയാണ് വരുന്നത്, എന്ത് ശിക്ഷാവിധിയാണ് വരുന്നത് എന്നത് അത് CPMനെ സംബന്ധിച്ച് നിർണായകമാണ്. KV കുഞ്ഞിരാമനൊക്കെ ഒരുപക്ഷെ CPMൻ്റെ പുതിയ വരുന്ന സമ്മേളനത്തിൽ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയായി പരിഗണിക്കാൻ CPM കരുതി വച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട നേതാവാണ്. ഫെബ്രുവരി ആദ്യവാരം CPMൻ്റെ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടക്കുകയാണ്. നിലവിൽ അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ബാലകൃഷ്ണൻ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നു. പകരം ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന ആൾ മണികണ്ഠനാവട്ടെ ഉദുമയിലേക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയായി കണ്ടുവച്ചിരിക്കുന്ന ഒരാൾ. അവർക്കൊക്കെതിരെ എന്ത് ശിക്ഷാവിധി വരുമെന്നത് CPMനെ സംബന്ധിച്ച് അതിനിർണായകമാണ്.
വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല ഇതിൻ്റെ നിയമയുദ്ധം ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിനോടകം തന്നെ കഴിഞ്ഞ ദിവസം കുറ്റക്കാരാണെന്ന് കണ്ടെത്തി വിധി വന്ന അന്ന് തന്നെ കോൺഗ്രസ് നേതൃത്വവും ഒപ്പം കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കുടുംബവും പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട്. നിയമയുദ്ധം അവസാനിക്കുന്നില്ല, 10 പേരെ കുറ്റക്കാരല്ലെന്ന് കണ്ട് വിട്ടയച്ചിട്ടുണ്ട്, അതിനെതിരെ അപ്പീൽ പോകുമെന്നാണ് CPM ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ക്ഷമിക്കണം, കോൺഗ്രസും ശരത്ലാലിൻ്റെ കുടുംബവും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ CPM ആവട്ടെ ഈ പ്രധാനപ്പെട്ട നേതാക്കൾ അടക്കമുള്ളവരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ വിധിക്കെതിരെ നിയമ നടപടികളുമായി മേൽക്കോടതിയെ സമീപിക്കുമെന്ന് ഇതിനോടകം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ CPM-ന് മാത്രമല്ല സർക്കാരിനെ തന്നെ വലിയ തോതിൽ കുരുക്കിലാക്കിയ, പ്രതിസന്ധിയിലാക്കിയ ഒരു വിധിയാണ് കഴിഞ്ഞ ദിവസം വന്നത്. അതിൻ്റെ ബാക്കിയാണ് ഇന്ന്, അതിൻ്റെ ശിക്ഷാവിധിയാണ് ഇന്ന് വരാനിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ ഈ പെരിയ കേസ് CBI വരാതിരിക്കാനായി 94,96,000 രൂപയാണ് പൊതുഖജനാവിൽ നിന്ന് സംസ്ഥാന സർക്കാർ മുടക്കിയത്. പ്രധാനപ്പെട്ട സുപ്രീം കോടതിയിലെ പ്രധാനപ്പെട്ട അഭിഭാഷകരടക്കമുള്ളവരെ കളത്തിലിറക്കി ഈ കേസ് നടത്തിയിട്ടും പക്ഷേ വലിയ തിരിച്ചടി സർക്കാരിനും ഉണ്ടായിരിക്കുന്നു. കാരണം CBI കണ്ടെത്തിയ 10 പേരിൽ 4 പേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സർക്കാരിനെ സംബന്ധിച്ചും CPM-നെ സംബന്ധിച്ചും വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ള ഒരു കേസിൻ്റെ ശിക്ഷാവിധി പ്രഖ്യാപനം കൂടിയാണ് വരാനിരിക്കുന്നത്. എന്തായാലും നിയമ പോരാട്ടങ്ങൾ ഇവിടെ അവസാനിക്കില്ല, രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ അവസാനിക്കില്ല. അങ്ങനെ വീണ്ടും വരും നാളുകളിലേക്ക് കൂടി വലിയ രാഷ്ട്രീയമായി വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും വലിയ ചർച്ചകൾക്കുമൊക്കെ വഴിവെക്കുന്ന ഒരു ശിക്ഷാവിധിയാണ് വരാനിരിക്കുന്നത്. CPM-നെ സംബന്ധിച്ചാവട്ടെ കോൺഗ്രസിനെ സംബന്ധിച്ചാവട്ടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. CPM-ന്റെ സമ്മേളന കാലഘട്ടമാണ്. കുറഞ്ഞ പക്ഷം അണികളോടെങ്കിലും CPM-ന് എന്തുകൊണ്ട് ഇങ്ങനെ ആ കേസിൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പെട്ടുപോയി എന്ന് വിശദീകരിക്കാതിരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ വലിയ തോതിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വലിയ വ്യക്തമാണ്. സുനിൽ സൂചിപ്പിച്ചതുപോലെ പാർട്ടിക്ക് പങ്കില്ല എന്ന് പാർട്ടി ആവർത്തിച്ച് പറയുമ്പോഴും അങ്ങനെയല്ല എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം. ഏറ്റവും ഒടുവിലായി സുനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ CBI വരാതിരിക്കാൻ പൊതുഖജനാവിൽ നടക്കം എടുത്തുപയോഗിച്ച കോടിക്കണക്കിന് രൂപയുടെ വിഷയങ്ങളടക്കം പ്രതിപക്ഷം ആയുധമായി ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഈ ശിക്ഷാവിധി എന്തായിരിക്കും എന്നുള്ളത് CPM-നെയും ഒപ്പം വരും കാല കേരള രാഷ്ട്രീയത്തെയും കാര്യമായി ബാധിക്കാൻ ഇടയുള്ള ഒന്നാണ്.